ഹായ്, എൻ്റെ കൂട്ടുകാർക്ക് ഒരു കാര്യം അറിയാമോ? ഇന്നലെ എൻ്റെ കൈ പൊള്ളിയതുകൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായി. എൻ്റെ കൈ പൊള്ളിയതുകൊണ്ട് എൻ്റെ കെട്ടിയവൻ എനിക്ക് എയർ ഫ്രയർ മേടിച്ചു തന്നു. അപ്പം ഞാൻ മേടിച്ച കമ്പനി ഏതെന്നറിയോ? പിന്നെ പ്രസ്റ്റീജ് ആണ്. ഇതിൻ്റെ വില വന്നിട്ട് 5500 ആണെന്ന് തോന്നുന്നു. അത് കറക്റ്റ് എമൗണ്ട് എനിക്ക് റേറ്റ് അറിയത്തില്ല കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കെട്ടിയവൻ ഓർഡർ ചെയ്തുകൊണ്ട് അത് എന്തോ 5000 സംതിങ് ആണെന്ന് പറഞ്ഞ എൻ്റെ ഒരു ഓർമ്മ കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഞാൻ അതൊന്ന് അൺബോക്സിങ് ചെയ്ത് എൻ്റെ കൂട്ടുകാരൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചതാണ്. അപ്പം കൈ പൊള്ളിയാൽ എന്താ, എനിക്കൊരു സാധനം കിട്ടി. ആക്ച്വലി ഇത് കുറേ നാളുകൊണ്ട് ഇത് വാങ്ങണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ വാങ്ങിച്ചില്ല. പിന്നെ ഇന്നലെ ആണെങ്കിൽ ഇതിങ്ങനെ കൈ പൊള്ളിയ സമയത്താണെങ്കിൽ അപ്പൂസ് പറഞ്ഞു, അമ്മ പിന്നെ ഇതിപ്പോൾ ഒരു എയർ ഫ്രയർ ഉണ്ടായിരുന്നു, നമുക്ക് ഈ സ്മൈലി അതിൽ വെച്ച് ഫ്രൈ ചെയ്യായിരുന്നു, അമ്മയുടെ കൈ ഇങ്ങനെ കൊള്ളത്തില്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞാൽ പപ്പ അതൊന്ന് വാങ്ങിക്കും, അപ്പം പിന്നെ കുഴപ്പമില്ല, കൈ കൊള്ളത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി, അതുണ്ടായിരുന്നു പറഞ്ഞു, എൻ്റെ കൈ ഇങ്ങനെ കൊള്ളത്തില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോൾ അപ്പോൾ എൻ്റെ കെട്ടിയതിന് ഒരു സങ്കടം തോന്നി. അയ്യോ ശരി എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഓർഡർ ചെയ്ത കേട്ടോ. എനിക്കറിയില്ല, ഇതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. ഇതിന് ഒന്നേന്ന് പറഞ്ഞ് പഠിക്കണം. എന്നാൽ കൂടി ഞാൻ എന്താ പറയുന്നത്, ഇതിൻ്റെ വാങ്ങിച്ചതിൻ്റെ ഇത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ലിറ്റർ കപ്പാസിറ്റി 4.5 ലിറ്റർ. അത് കഴിഞ്ഞിട്ട് പിന്നെ 1 ഇയർ വാറണ്ടി ഉണ്ട്. പിന്നെന്താ പിന്നെന്താ ഇത് പ്രസ്റ്റീജാണ് കമ്പനി. പിന്നെ ഇത് ഡിജിറ്റലാണ്. ഇതൊക്കെയാണ് സംഭവം. അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് പിന്നെ വേറെന്താ, ഹൈ കപ്പാസിറ്റി ഫ്രൈയിങ് ബാസ്ക്കറ്റ്, ഈസി ടു ക്ലീൻ മെയിൻറ്റെയിൻ എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഇതിനകത്താണെങ്കിൽ എന്തൊക്കെയോ ചെയ്യാനുള്ള ഇത് കൊടുത്തിട്ടുണ്ട്. ബർഗറും അതുപോലെ പിസ്സ, അതുപോലെ നഗറ്റ്സ്, പിന്നെ വേറെന്താ കട്ട്ലേറ്റ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ചെയ്യാന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. നോക്കണം ഇനിയിപ്പോൾ ഇതിനകത്ത് ഓരോന്നോരോന്ന് ഞാൻ ചെയ്ത് പഠിക്കണം കേട്ടോ. ഇതിനെപ്പറ്റി എനിക്ക് വലിയ ഐഡിയകളില്ല. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാരോട് ഇതിൻ്റെ ഇത് സംഭവം ഒന്ന് ഷെയർ ചെയ്തതേ ഉള്ളൂ. അപ്പോൾ ഇനി ഇത് ഉണ്ടാക്കുന്ന ഒരു കൂട്ടുകാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യുക. അപ്പം ഞാൻ അത് കണ്ടും കേട്ടൊക്കെ ഞാൻ പഠിക്കാം. ഞാൻ പഠിച്ചു കഴിഞ്ഞിട്ട് എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ പാക്കിങ് സംഭവങ്ങൾ ഭയങ്കര ഇതായിട്ടൊക്കെയാണ് പാക്കൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ ഇന്നലെ ആക്ച്വലി ഓർഡർ ചെയ്തിട്ട് പിന്നെ ഉടൻ തന്നെ സംഭവം എത്തിയാട്ടെ. ഇതിനകത്ത് ഓൺലൈനിൽ ഓർഡർ ചെയ്തത്. ആദ്യം പറഞ്ഞ് കടയിൽ പോയി മേടിക്കാമെന്ന് മെനഞ്ഞാന്ന് പറഞ്ഞു. പിന്നെ ഇന്നലെ എന്തോ പറ്റിയെന്ന് അറിയത്തില്ല. ഇന്നലെ വൈകുന്നേരത്തിന് നേരത്തെ വന്നായിരുന്നു. അപ്പോൾ ഇവിടെ കുത്തിയിരുന്നിട്ട് അങ്ങനെ അങ്ങ് പിന്നെ ഓർഡർ ചെയ്യുകയും ചെയ്തു. എൻ്റെ കൂട്ടുകാർക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇപ്പം കാണാം അല്ലേ? ഓക്കെ, ഇപ്പം ഫുള്ള് കാണാം. അപ്പോൾ ഇതാണ് എൻ്റെ എയർ ഫ്രയർ. പിന്നെ ഇത് ഇനി ഒന്നേന്ന് പറഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഞാൻ പിന്നെ ഓൺ ചെയ്തൊക്കെ കാണിക്കാം. പക്ഷെ ഇപ്പോൾ ഇതിൻ്റെ ഒരു പിന്നെ പ്ലഗ് ഓൺ ചെയ്തിട്ട് ഇതിൻ്റെ ആ ഒരു ഡിജിറ്റൽ സംഭവം ഇതൊക്കെ ഒന്ന് കാണിക്കാത്ര തന്നെ. ഇതാണ് ഓൺ ചെയ്യുന്ന സംഭവം. പിന്നെ എന്താ പറയുക, ഇതിനകത്ത് നമ്മൾ ഓരോന്നും ഇത് ചെയ്യുന്നതിനനുസരിച്ചിട്ട് പിന്നെ എത്ര എന്തെന്നൊക്കെ ഇതിൻ്റെ മേളിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എത്ര നേരം ടൈം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. കേക്ക് ബേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി 20 മിനിറ്റ്, അങ്ങനെ ഓരോന്നിനെ കുറിച്ചിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ട്രേ. ഇതിനകത്ത് നമുക്കാണെന്നുണ്ടെങ്കിൽ പിന്നെ ഫ്രഞ്ച് ഫ്രൈസ് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ചിട്ട് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ പിന്നെ ഒരു കേക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ വെക്കണമെങ്കിൽ ഇതിന് പ്രത്യേകിച്ചുള്ള ടിന്ന് വരുമല്ലോ, പാത്രം വരുമല്ലോ. അപ്പോൾ അത് വാങ്ങണം. അതൊക്കെ വാങ്ങിച്ചെങ്കിൽ ചെയ്യുവാൻ നടക്കത്തുള്ളൂ. ഇതിൻ്റെ കൂടെ അവരൊരു പിന്നെ ബ്രഷ് തന്നിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് ഇതിൻ്റെ ഉള്ളിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് കേട്ടോ. അപ്പം ഇത്രയാണ് ഇതിനകത്തുള്ളത്. പിന്നെ ഇതിൻ്റെ പുറകാലം എൻ്റെ കൂട്ടുകാർക്ക് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നെങ്കിൽ കാണിക്കാം. കുറച്ച് സംഭവങ്ങളൊക്കെ ഞാനൊന്ന് പഠിക്കട്ടെ. പഠിച്ചു കഴിഞ്ഞ് കാണിക്കാം. എന്നാൽ കൂടി എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം ഉള്ളത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ എളുപ്പം തട്ടിക്കൂട്ടി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എനിക്കിത് കുറേ നാളായിട്ട് വാങ്ങണമെന്ന് വിചാരിച്ച സംഭവം. അപ്പോൾ ഇത് വാങ്ങിച്ചു. ഇനി ഒരു സാധനം കൂടെ വാങ്ങാനുണ്ട് കേട്ടോ, ഒരു സാൻഡ്വിച്ച് മേക്കറൂടെ. അതും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് നൈസ് അടിച്ചിട്ട് എങ്ങനെയെങ്കിലും അതുകൂടെ ഒന്ന് മേടിപ്പിക്കണം. അപ്പോൾ ഈ സാധനം കിട്ടിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് സന്തോഷമായോ ഞാൻ ഈ സാധനം മേടിച്ചതിൽ? ഓക്കെ, അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് സന്തോഷമായി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പുറകാലം ഇതിനുള്ള ഡിഷസൊക്കെ നമുക്ക് ഇതിനകത്ത് ഉണ്ടാക്കി പഠിക്കാം. പിന്നെ കുറച്ചൊക്കെ സാധനങ്ങൾ ഉണ്ടാക്കാൻ എനിക്ക് ഐഡിയ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇതിനകത്ത് എൻ്റെ ഐഡിയയൊക്കെ ഇതിനകത്തൊന്ന് പ്രാവർത്തികമാക്കി നോക്കണം. എത്രത്തോളം പിന്നെ ഇതാവും അറിയത്തില്ല. ഇതിനകത്താണെങ്കിൽ ടൈം കൂട്ടുന്നതും കുറയ്ക്കുന്നതും സംഭവങ്ങളെല്ലാം ഉണ്ട്. അതെങ്ങനെയാണെന്നുള്ള ഞാൻ ബുക്കിൽ പഠിക്കണം. അപ്പോൾ ബുക്ക് ഇതിനകത്ത് ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക്
ഇതിനകത്ത് നോക്കിയാൽ വെച്ച് കുറച്ച് പഠിക്കണം. അതിൻ്റെ സംഭവങ്ങളെല്ലാം ഇതിനകത്തുണ്ട്. അപ്പം ഞാൻ ആദ്യം ഇതൊന്ന് പഠിക്കട്ടെ. അപ്പം പിന്നെ അത് കഴിഞ്ഞ് പ്രസ്റ്റീജിൻ്റെ ഇതിനപ്പോൾ ഓരോ സാധനങ്ങൾ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഇതിനകത്തുണ്ട്. അപ്പം ഇതിൻ്റെ സംഭവങ്ങളെക്കുറിച്ച് പഠിച്ചതിന് ശേഷം നമ്മൾക്ക് ഓരോ സംഭവങ്ങൾ ഉണ്ടാക്കാം. ഇവിടെ റെസിപ്പി ബുക്കെന്നും പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. ഓരോ കാര്യത്തെക്കുറിച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കുന്ന ഏതാണെന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ട്രൈ ചെയ്യാം പതിയെ. അപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വെറുതെ എൻ്റെ കൂട്ടുകാർക്ക് ഇതിനെ കുറിച്ചിട്ട് ഒരു അൺബോക്സിങ്, ഈ സാധനം വാങ്ങിച്ചതിനെ കുറിച്ച് എൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് പുറകാല ഓരോ ഡിഷസൊക്കെ ഉണ്ടാക്കും. അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ അതിൻ്റെ പേരാണ്. അപ്പോൾ നമ്മളോട് എന്തായാലും അടുത്ത വീഡിയോ വീണ്ടും കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.